ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫോറസ്റ്റ് ഒന്നല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നെ അതായത് കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല സ്ഥലം കേട്ടോ. അതായത് കാട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റ് തന്നെയാണ്, പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്കിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വണ്ടി പോകുന്നിടത്ത് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡി അതിനായിട്ട് സെറ്റ് ആയിട്ടില്ല. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ സെറ്റാവും. അപ്പോൾ അതുവരെ നമ്മൾ വണ്ടിയൊക്കെ പോകുന്നിടത്ത് വണ്ടിയിൽ വെച്ചിട്ടാണ് ക്യാമ്പ് ചെയ്യണം. എന്താ വെച്ചാൽ ബാഗൊന്നും തൂക്കി കയറാനായിട്ടില്ല. നമുക്കിപ്പോൾ അതൊന്നും അല്ല മെയിനായിട്ട്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിറക് ഒപ്പിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ഫോറസ്റ്റ് അല്ലെങ്കിൽ കൂടെ ഇവിടെ ഈ പന്നി, മുള്ളമന്നി, മാന്, കാട്ടാട് എല്ലാ സാധനങ്ങളും ഉള്ളതാണ്. അപ്പോൾ അതൊന്നും നമ്മളെ ഉപദ്രവിക്കുന്നു വിചാരിച്ചിട്ടല്ല, ഒറ്റക്ക് പോകണ്ടേ, ഈ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകണ്ടേ. അപ്പോൾ അതിന് നല്ല ഇരുട്ടാകുന്നതിന് മുമ്പ് ഞാൻ വിറക് ഒപ്പിക്കട്ടെ കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ ഈ താഴ് സൈഡിലോട്ടൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. മേൽ സൈഡിലോട്ടും പോകാം, പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. സംഭവം വെയിറ്റ് എടുക്കാനൊന്നും പാടില്ല, പക്ഷേ നമുക്ക് വിറകില്ലാണ്ട് പറ്റൂല. ആവശ്യത്തിന് വിറകുണ്ട്. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. ഇതെന്തിനാ വെച്ചാലേ നല്ല മഞ്ഞുണ്ടാവും ഈ സൈഡിൽ. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ മുകളിൽ വീഴാതിരിക്കാൻ എന്തായാലും ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങ് കെട്ടിയതാണ്. പിന്നെ നമുക്കെന്തായാലും വിറക് സെറ്റാക്കി എടുക്കാം അല്ലേ. ഇതിനിപ്പോൾ മുറിക്കണ ഒച്ച കേട്ടിട്ട് ആരെങ്കിലും മരം മുറിക്കാന്ന് പറഞ്ഞ് ഓടി വരൂ. കുറേശ്ശെ പൊട്ടിക്കാല്ലേ. ഇത് കുറേശ്ശെ കത്തിക്കാം, അല്ലെങ്കിൽ ഈ കമ്പ് കിട്ടുന്ന ഉണക്ക കമ്പാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ ലൈറ്റ് അടിക്കും ആരെങ്കിലുമൊക്കെ. കള്ളന്മാരാന്ന് നിർത്തിട്ടേ എന്തായാലും തീ കത്തിക്കാല്ലേ.
നമുക്ക് കുറേശ്ശെ ഇത് കത്തിച്ചിട്ട് കുറേശ്ശെ അത് വെച്ച് കൊടുക്കാം. വിറകിന് തീ പിടിച്ചു കഴിഞ്ഞാൽ സംഭവമൊക്കെ. പിടിച്ചോളൂല്ലേ. ഇനി നമ്മുടെ ടെൻ്റങ്ങ് വെക്കാം അല്ലേ. ഇപ്പോൾ ഒരു സമാധാനമായി. എന്നുവെച്ചാൽ തീ ആകുമ്പോൾ ഒരു ധൈര്യമാണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ചിക്കൻ മേടിച്ചതേ ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കട്ടെ, അല്ലെങ്കിൽ കേടായി പോവില്ലേ. ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് നമ്മുടെ ടേബിള് ഇവിടെ വെക്കാം അല്ലേ. സെറ്റ്. നമുക്കെന്തായാലും ചിക്കൻ കഴുകാം അല്ലേ. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ മസാലയാണ് ഇടുന്നത്. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഉള്ളത്, പിന്നെ ഒരു കോഴിമുട്ട, കുറച്ച് ഉപ്പുപൊടി. ഇന്ന് ഭയങ്കര പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. കുറച്ച് ചില്ലി സോസ്, ഇതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കാം. സെറ്റായി. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു കാറ്റൊക്കെ വരുന്നുണ്ട്, ഒരു തണുത്ത കാറ്റാണ് വരുന്നത്. മഴ പെയ്യുമോ? മഴ ഇപ്പോൾ പെയ്യുന്ന സീസണാണോ? ചിലപ്പോൾ പെയ്യൂലേ.
മഴ പെയ്താൽ പെയ്തോട്ടെ, നമ്മളെന്തായാലും ചിക്കൻ അടിപൊളിയായിട്ട് മിക്സാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഇനി അടുത്ത പരിപാടി ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു സവാള, ഒരു കുക്കുമ്പർ, ഒരു ചെറുനാരങ്ങ, 2 പച്ചമുളക്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ പരിപാടി കേട്ടോ. നമ്മൾ ആകെ ഒരു വട്ടം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, ഒന്നുകൂടി നോക്കി നോക്കാം. ഈ കമ്പിയിലാണ് നമ്മളിന്ന് നമ്മുടെ ചിക്കൻ ചുടാൻ പോണത്. ഇതിനകത്ത് ഒരു സവാള എങ്ങനെ കുത്തി വെക്കുന്നു. സവാള തന്നെയല്ലേ ആദ്യം കുത്തുന്നത്? ഓക്കെ, ഒരു സവാള കുത്തി വെച്ചു. ഇനി നമ്മളിതേപോലെ ചിക്കൻ എടുത്ത് കുത്തണം. ആയി വാ, സെറ്റ്. ഒരു ചിക്കൻ കുത്തി, ഒരു ക്യാപ്സിക്കം ഇങ്ങനെ കുത്തി. ഇനിയെന്താ, ചിക്കൻ കുറച്ചുകൂടി കുത്താല്ലേ, ഉണ്ടല്ലോ. ഒരു തക്കാളി, ഇനി ഒരു ചിക്കനും കൂടെ. ഒരു ചിക്കൻ, ഒരു വെളുത്തുള്ളി, പിന്നെന്താ, ഇനിയും സവാളയൊക്കെ കുറേ ഉണ്ടല്ലോ. അയ്യോ, ഇതിൽ കുത്താൻ സ്ഥലമില്ല. ഇനി ഒരു സവാള കൂടെ കുത്തണമല്ലോ. സവാള, വീണ്ടും ഒരു ക്യാപ്സിക്കം. സവാള ലാസ്റ്റ് കുത്താം അല്ലേ, എന്നാൽ അത് വീണ് പോയില്ല. ക്യാപ്സിക്കം ഇങ്ങനെ കുത്താം. അത് കഴിഞ്ഞിട്ട് 1 2 3 ഒരു ക്യാപ്സിക്കം കൂടി കുത്താം. ഒരു ചിക്കൻ വെച്ചിട്ടൊരു ക്യാപ്സിക്കം വെക്കാം. അത് റെഡി. ഇനി ഒരു പച്ചമുളക് വെക്കണം. ഓക്കെ, ഇനി ഒരു സവാള കുത്താം. ആയി വാ, സംഭവം സെറ്റ്. ഒരെണ്ണം സെറ്റായി. ഇനി ബാക്കിയുള്ള സെറ്റാക്കട്ടെ കേട്ടോ. സെറ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും റെഡിയായി. ഇനി നമ്മളത് ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. കരിയാതെ കിട്ടണം, അതാണ് ഇനിയുള്ള പരിപാടി. ഇനി നമുക്ക് തീ വേണ്ട, കനൽ മാത്രം മതി. അതാണ് അടുത്ത പരിപാടി. ഇങ്ങനെ വെച്ചാൽ കരിഞ്ഞു പോകുമോ, എല്ലാം കൂടി കത്തിപ്പോകുമോ നോക്കാം. പോയാൽ പോയി, കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് കുറച്ച് ചാറൊക്കെ ഉണ്ട്, അത് വറ്റി വരുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലേ.
വലിയ കുഴപ്പമില്ല, സെറ്റാവും. ഈ ചാറും കൂടി അതിൽ പിടിച്ച സെറ്റാവും. നമ്മളൊരു തക്കാളി കഷ്ണം വീണു പോയില്ലേ താഴെ? സാരല്ല. നമുക്കെന്തായാലും ചിക്കൻ ആകുമ്പോഴത്തേക്കും കുറച്ച് കാപ്പിക്ക് വെള്ളം കൂടി നമ്മുടെ തീയിനകത്ത് വെച്ചാൽ സംഭവം ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് സെറ്റാക്കി എടുക്കണം. ഇത് സവാള, ഇത് ക്യാപ്സിക്കം, ഇതും ക്യാപ്സിക്കം, ഇത് ചിക്കൻ, ഇതും ചിക്കൻ, ഇതും ചിക്കൻ. സംഭവം സെറ്റായാലോ? ആയി വെളുത്തുള്ളി നോക്കിയാ വെളുത്തുള്ളിയൊക്കെ നല്ല അടിപൊളിയായി. ഇത് ക്യാപ്സിക്കം, സംഭവം ടേസ്റ്റായിട്ടോ. നമ്മളിങ്ങനെ ചിക്കൻ കടിച്ചു മുറിച്ച് തിന്നതേ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നോക്കുന്നോ നോക്കിയാ, വല്ല പുലിയോ വല്ല കടുവയാ. നമ്മളിതിലൊരു പച്ചമുളക് വെച്ചിരുന്നല്ലോ. ഒരു പീസേ ഉള്ളൂ കേട്ടോ. സംഭവം സെറ്റായി. നമ്മളെ കട്ടൻ കാപ്പി എന്തായി? ഒന്നുകൂടി തിളക്കാനുണ്ട്. പൊടിയും കിടാം അല്ലേ? ഓ ചൂട് 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 ചൂട്. ഇതൊരു ചിക്കൻ അടിപൊളിയായിട്ടോ. നല്ല ടേസ്റ്റ്.
കാപ്പിയും തിളച്ചു കഴിഞ്ഞിപ്പോൾ എങ്ങനെ എടുക്കുക? സെറ്റ്. ഓക്കെ, ഇതൊരെണ്ണം നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് തട്ടിയിടാം അല്ലേ? ഈ വെളുത്തുള്ളി, വെളുത്തുള്ളിയാണ് ടേസ്റ്റ്. ഒരു വെളുത്തുള്ളിയും ഒരു സവാളയും ഒരു ചിക്കൻ്റെ പീസും അങ്ങനെ ഒന്ന് അടിച്ചു നോക്കാം അല്ലേ? സംഭവം സെറ്റ്. ചൂടുള്ള കട്ടൻ കാപ്പി കൂടി ആകുമ്പോൾ ഓക്കെ. വാ, വിത്തൗട്ട് കട്ടൻ കാപ്പി. ഇനി നമ്മുടെ ഒരു സാധനം കൂടി ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് 2 വര ഇടുക. 2 അല്ല 4 വര, 6 വരയായി. അത് കഴിഞ്ഞ് നാരങ്ങ ഇങ്ങനെ പിഴിയുക. നാരങ്ങയ്ക്ക് ചാറൊന്നുമില്ലേ? അടിപൊളി. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, ആ വലിയ കഷ്ണം വിറക് തീൻ്റെ മുകളിലിടുക, സാധനങ്ങളൊക്കെ ഒതുക്കുക, സെറ്റായിട്ട് കിടക്കുക.
ഇതൊക്കെ നേരത്തെ കത്തിച്ച് വെക്കണമായിരുന്നല്ലേ, ഇപ്പോഴാണ് ആ ബുദ്ധി തോന്നിയത്. സാറില്ല. നമ്മുടെ പാത്രങ്ങളൊക്കെ അകത്ത് തന്നെ വെക്കാം അല്ലേ, വണ്ടിയുടെ അകത്ത്. അപ്പോൾ എന്തായാലും ഈ മുട്ടി ഉണ്ടെങ്കിൽ ഏകദേശം നേരം വെളുക്കണ വരെ പുകഞ്ഞോളും. പക്ഷെ ഒന്ന് തീ പിടിക്കണം, ഒന്ന് പിടിച്ച് കിട്ടിയാൽ പിന്നെ അങ്ങ് കത്തിക്കൊള്ളും. ഇങ്ങോട്ടൊന്നും തീ വരില്ല എന്ന് വിചാരിക്കാം അല്ലേ. നമുക്ക് ഈ സൈഡിലുള്ള ഇലകളൊക്കെ പിടിച്ച് കളയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇത് ഞാൻ നമ്മളെ ഒമാനിൽ പോയ ആ ഒരു ഓർമ്മയ്ക്ക് ഒമാനിലെ സ്റ്റൈലിൽ കെട്ടിയതാണ്. പക്ഷേ ശരിയായൊന്നുമില്ല, എങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോയി. ഞാൻ ഒരു 10 വട്ടമെങ്കിലും ഇപ്പോൾ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വെറുതെ ഒരു രസം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം, അങ്ങനെ തലയിൽ കെട്ടണേ, ഇങ്ങനെ നടക്കുക, അങ്ങനെയാണ് ഒരു ശീലം. പിന്നെ നമ്മുടെ പണിക്കാരൻ തലയിൽ കെട്ടി നടക്കുന്നൊരു ശീലമാണല്ലോ. പിന്നെ പണ്ട് മുതലേ ഉള്ളൊരു ശീലം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ വിറക് ഇത്രയും വലുത്, ഇത് കത്തി ഇങ്ങനെ അങ്ങനെ എരിഞ്ഞെരിഞ്ഞങ്ങ് പുകയായിക്കോളും. നമുക്ക് പുക മതി, തീ വേണമെന്നില്ലല്ലോ കിടക്കുമ്പോൾ. പിന്നെ ഞാനൊരു ചെറിയ ലൈറ്റ് ഇവിടെ കത്തിച്ച് വെക്കുകയും ചെയ്യും. നമ്മൾ ആ ട്രൈപോഡിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ തൂക്കിയിട്ടാലും മതിയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഞാനെന്തായാലും കയറി കിടക്കാൻ പോവാണ്. ബാക്കി രാവിലെ കേട്ടോ. ഓക്കെ. ഈ ലൈറ്റ് ഇതിനകത്ത് വെക്കാം. പിന്നെ നമ്മുടെ ഗ്യാസ് ഇതൊക്കെ നമ്മൾ ടെൻറ്റിനകത്താണ് വെക്കുന്നത് കേട്ടോ, നമ്മളെ സേഫ്റ്റിക്ക് വെറുതെ. എന്നിട്ട് ഈ ലൈറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊളുത്തിടും. ഇത് നേരം വെളുക്കുന്നവരെ കത്തിക്കോളും. അതാണ് ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. ഈ ലൈറ്റ് കടത്തി വെക്കണം. ഇതിനുള്ളിൽ ഒന്നും ഒതുക്കാനൊന്നുമില്ലല്ലോ അല്ലേ. ചാവി ഊരി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ സെറ്റാവോ ഇല്ലേ എന്നുള്ളത് നേരം വെളുത്താലേ അറിയുള്ളൂ കേട്ടോ.
നമ്മൾ ശരിക്കും പുതയ്ക്കാനുള്ള സാധനം കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ. നല്ല തണുപ്പായി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഈ ഷാള് തന്നെ പുതച്ചു, ഈ കോട്ട് ഇടുകയും ചെയ്തു. ടെൻറ്റിൻ്റെ കവറോടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മൾ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാൻ നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ നേരെ പോവുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, 7 മണി ആയിട്ടുമില്ല. ഇനി ഇതിനെ ഉള്ളിലൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ആരും ചെയ്യില്ല അല്ലേ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. ആ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഇപ്പോൾ കമൻറ്റ് വായിക്കാൻ പിന്നെ ആശ്ലയം കൂടി ഉണ്ട്, വൈഫും കൂടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ കമൻറ്റ് വായിക്കലും റിപ്ലൈ കൊടുക്കലൊക്കെ. അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇനി എന്തായാലും ഒരു അരമണിക്കൂറത്തെ പണി ഇവിടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. എന്താ വെച്ചാൽ ഇത് അടുക്കി പെറുക്കി വെക്കലും മേളിൽ കെട്ടലും ഒക്കെ കൂടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഞാൻ എന്തായാലും വിടുകയാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.